അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കും കാലത്തിങ്കൽ ശന്തനു നായാട്ടൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഗംഗാതീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കന്യക അവിടെ വന്നു. ഒരു കന്യകയെ കണ്ടു അദ്ദേഹം. അപ്പോൾ കന്യകയെ കണ്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അതിസുന്ദരിയായിട്ടൊരു കന്യകയെ മഹാലക്ഷ്മിയാണോ എന്നൊക്കെ തോന്നുമാറ് ഒരു കന്യകയെ കാണുകയും നീ എൻ്റെ ഭാര്യ ആവണം എന്ന് ശന്തനു പറഞ്ഞു. ഞാൻ അങ്ങയുടെ ഭാര്യയാവാം. നീ ആരാണ്? നീ ദേവകന്യകയാണോ, അപ്സരസാണോ, അസുരകന്യകയാണോ, നിന്നെപ്പോലെ മഹാലക്ഷ്മിയാണോ നീ? സാക്ഷാൽ ഇത്രയും സൗന്ദര്യം തികഞ്ഞ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ കന്യക പറഞ്ഞു, അതല്ല, അതിന് ഉത്തരം പറഞ്ഞില്ല. എൻ്റെ ആധാർ കാർഡ് വരെ ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞില്ല. അതിനല്ല ഉത്തരം പറഞ്ഞേ, ഞാൻ അങ്ങയുടെ ഭാര്യയായിട്ട് വരാം. എന്നോട് അപ്രിയം പറയരുത്, ഒരു കാര്യത്തിന് എതിര് പറയരുത്, എന്നോട് അപ്രിയം ഭാവിക്കരുത്. ഇതാ കാണിക്കുന്നത്, അങ്ങനെ പോലും ഭാവിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ഭാര്യയായിട്ട് വരാം. എന്നെനിക്ക് അപ്രിയം പറയണോ, അന്ന് ഞാൻ അങ്ങയെ ഉപേക്ഷിച്ച് പോവും. അതൊരു തരം ലിവിങ് ടുഗദർ തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് ലിവിങ് ടുഗദർ ആവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ ആണെങ്കിൽ അവസാന കാലം വരെ നിൽക്കണ്ടേ, എതിര് പറഞ്ഞാൽ പോവും.